Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ കേരള PSCയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ നോൺ ഫെറസ് മെറ്റൽസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നോൺ ഫെറസ് മെറ്റൽസിൽ പറയുന്നത് മെറ്റൽസ് ആൻഡ് ഒറിജിൻ, അലോയ്സ്, സ്റ്റീൽ അലോയ്സ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം വന്നിട്ട് നോൺ ഫെറസ് മെറ്റൽസിന്റെ ഒറിജിൻ നോക്കാം. ഫസ്റ്റ് വരുന്നത് അലുമിനിയം, അതിന്റെ ഒറിജിൻ വന്നിട്ട് ബോക്സൈറ്റ്. കോബാൾട്ടിന്റെ വന്നിട്ട് ആർസനൈറ്റ്, സൾഫോ ആർസനൈറ്റ്. കോപ്പറിന്റെ വന്നിട്ട് കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, കോപ്പർ പൈറൈറ്റ്സ്, മാലസൈറ്റ്, അറുലൈറ്റ്. ലെഡിന്റെ വന്നിട്ട് ഗലീന. മഗ്നീഷ്യം വന്നിട്ട് മാഗ്നസൈറ്റ്, ഡോളോമൈറ്റ്. നിക്കലിന്റെ വന്നിട്ട് മിനറൽ കമ്പോസ്റ്റ് ഓഫ് മാഗ്നറ്റിക് അയൺ പൈറൈറ്റ്സ് വിത്ത് അയൺ. ടിന്ന് വന്നിട്ട് നാച്ചുറൽ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. സിങ്ക് വന്നിട്ട് സിങ്കൈറ്റ്, കലാമൈറ്റ്, സിങ്ക് പ്ലേറ്റ്. അടുത്ത് വരുന്നതാണ് അലോയ്സ്. ഈ അലോയ്സ് നമ്മൾ എത്ര പെർസെൻറ്റേജ് ഉണ്ട് അത് മാത്രം പഠിച്ചാൽ മതി. അലുമിനിയം അലോയ്സിൽ വരുന്നതാണ് ഡുറാലുമിൻ, അൾക്ലാഡ്, പിന്നെ അലുമിനിയം ബ്രോൺസ്, വൈ അലോയ് ഒക്കെ വരുന്നത്. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഡുറാലുമിൻ എന്താന്ന് കാണാം. അലുമിനിയം വന്നിട്ട് 94%, കോപ്പർ വന്നിട്ട് 4%, മാംഗനീസ്, മെഗ്നീഷ്യം, സിലിക്ക, അയൺ എല്ലാം വന്നിട്ട് 0.5 ഈച്ച്. അടുത്ത് വരുന്നതാണ് വൈ അലോയ്. വൈ അലോയിൽ വന്നിട്ട് അലുമിനിയം 92.5%, കോപ്പർ വന്നിട്ട് 4%, നിക്കൽ വന്നിട്ട് 2%, മാഗ്നീഷ്യം വന്നിട്ട് 1.5%. അടുത്ത് വരുന്നതാണ് അൾഡുറാൽ അല്ലെങ്കിൽ അൾക്ലാഡ്. ഡുറാലുമിൻ ഉണ്ടല്ലോ, അതിൽ വന്നിട്ട് തിൻ കോട്ടിംഗ് ഓഫ് പ്യൂർ അലുമിനിയം ഉണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് അൾഡുറാൽ അല്ലെങ്കിൽ അൾക്ലാഡ്. അടുത്ത് വരുന്നതാണ് അലുമിനിയം ബ്രോൺസ്. അതിൽ കോപ്പർ വന്നിട്ട് 90 to 98%, അലുമിനിയം വന്നിട്ട് 10 to 22%. അടുത്ത അലോയ് വന്നിട്ട് കോപ്പർ അലോയ് ആണ്. അപ്പം കോപ്പർ വിത്ത് സിങ്ക് ആദ്യം നോക്കാം. റെഡ് ബ്രാസ്, റെഡ് മെറ്റലിൽ വന്നിട്ട് കോപ്പർ 85%, സിങ്ക് 15%. ലോ ബ്രാസിൽ വന്നിട്ട് കോപ്പർ 80%, സിങ്ക് 20%. കാട്രിഡ്ജ് ബ്രാസിൽ വന്നിട്ട് കോപ്പർ 70%, സിങ്ക് 30%. അടുത്ത് വരുന്നതാണ് യെല്ലോ ബ്രാസ്. അതിൽ കോപ്പർ വന്നിട്ട് 65%, സിങ്ക് വന്നിട്ട് 35%. യെല്ലോ മെറ്റൽ അല്ലെങ്കിൽ മുംതാസ് മെറ്റലിൽ വന്നിട്ട് കോപ്പർ 60%, സിങ്ക് വന്നിട്ട് 40%. ഡെൽറ്റ മെറ്റലിൽ വന്നിട്ട് കോപ്പർ 60%, സിങ്ക് വന്നിട്ട് 37%, അയൺ വന്നിട്ട് 3%. നേവൽ ബ്രാസ്, ടിന്ന് വന്നിട്ട് 1%, അതിൽ യെല്ലോ അല്ലെങ്കിൽ മുംതാസ് മെറ്റലിൽ കൂടെ ആഡ് ചെയ്യും. 1% ടിന്ന് വന്നിട്ട് കാട്രിഡ്ജ് ബ്രാസിൽ ആഡ് ചെയ്യുമ്പോൾ അതിന് വേറെ പേരാണ് അഡ്മിറാലിറ്റി മെറ്റൽ. അടുത്ത് വരുന്നതാണ് ബ്രോൺസ്. ബ്രോൺസ് വന്നിട്ട് കോപ്പറും ടിന്നിന്റെ അലോയ് ആണ്. ഫോസ്ഫറസ് ബ്രോൺസ്, അതിൽ വന്നിട്ട് കോപ്പർ 89%, ടിന്ന് വന്നിട്ട് 10%, ഫോസ്ഫറസ് വന്നിട്ട് 1%. ഗൺ മെറ്റൽ, കോപ്പർ വന്നിട്ട് 88%, ടിന്ന് വന്നിട്ട് 10%, സിങ്ക് വന്നിട്ട് 2%. അടുത്ത് വരുന്നതാണ് ബെൽ മെറ്റൽ. കോപ്പർ വന്നിട്ട് 82%, ടിന്ന് വന്നിട്ട് 18%. സ്പെക്യുലം മെറ്റലിൽ വന്നിട്ട് കോപ്പർ 88%, ടിന്ന് വന്നിട്ട് 10%. മാംഗനീസ് ബ്രോൺസിൽ വന്നിട്ട് സിങ്ക് 40 to 44%, കോപ്പർ വന്നിട്ട് 56 to 60%. അടുത്ത വരുന്നതാണ് മെഗ്നീഷ്യം അലോയ്സ്. ഓക്കെ, അതിൽ വരുന്നതാണ് ഡവ് മെറ്റലും ഇലക്ട്രോൺ മെറ്റലും. അത് കഴിഞ്ഞിട്ട് നിക്കൽ അലോയ്സ് വരും. അതിൽ വരുന്നതാണ് മോണൽ മെറ്റൽ. മോണൽ മെറ്റലിൽ വന്നിട്ട് നിക്കൽ 65%, കോപ്പർ വന്നിട്ട് 30%, അയൺ ആൻഡ് മാഗ്നീസ് വന്നിട്ട് 5% ഈച്ച് ആയിരിക്കും.
അടുത്ത് വരുന്നത് നിക്കൽ സിൽവർ അല്ലെങ്കിൽ ജർമ്മൻ സിൽവർ. അതില് കോപ്പർ വന്നിട്ട് 50 to 80%, സിങ്ക് വന്നിട്ട് 10% to 30%, നിക്കൽ വന്നിട്ട് 20 to 30%. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സ്റ്റീൽ അലോയ്സ്. സ്റ്റീൽ അലോയ്സിൽ വരുന്നതാണ് ക്രോമിയം മോളിബിഡിനം സ്റ്റീല്, ക്രോം നിക്കൽ സ്റ്റെയിൻലെസ് സ്റ്റീല്, ക്രോം നിക്കൽ സ്റ്റീല്, ക്രോമിയം സ്റ്റീൽ അല്ലെങ്കിൽ ക്രോം സ്റ്റീല്, ക്രോമിയം വനേഡിയം സ്റ്റീല്, കോബാൾട്ട് സ്റ്റീല്, മാംഗനീസ് സ്റ്റീല്, മോളിബിഡിനം സ്റ്റീല്, കോപ്പർ സ്റ്റീല്, നിക്കൽ ക്രോമിയം മോളിബിഡിനം സ്റ്റീല്, നിക്കൽ സ്റ്റീല്. നിക്കൽ സ്റ്റീൽ മാത്രം ഇതിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അത് മാത്രം നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. നിക്കൽ വന്നിട്ട് 18 to 40% ഹൈ സ്റ്റീൽ നിക്കലും പിന്നെ 36% ഇൻവാറും ആണ്. ഈ ഇൻവാർ നമ്മൾ എവിടെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഇൻവാർ ടേപ്പ്, ഇൻവാർ സ്റ്റാഫ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേ സാധനം തന്നെയാണ് ഇൻവാർ. അതിൽ വന്നിട്ട് 30 to 36% നിക്കലും പിന്നെ വന്നിട്ട് 64% സ്റ്റീലും ആയിരിക്കും. ഓക്കെ, അടുത്ത് വരുന്നതാണ് ടങ്സ്റ്റൺ സ്റ്റീല്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് ഹൈ സ്പീഡ് സ്റ്റീൽ. പിന്നെ വനേഡിയം സ്റ്റീല്, TMT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് സ്റ്റീല്. പിന്നെ വന്നിട്ട് CTD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ട്വിസ്റ്റഡ് ഡീഫോംഡ്. WWF വന്നിട്ട് വെൽഡഡ് വയർ ഫാബ്രിക്സ്. ഓക്കെ, നമ്മൾ ഇതെല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇത് TMTയും CTDയും WWFും വന്നിട്ട് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യമില്ല, 1-2 പ്രാവശ്യം ആണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഇതോടെ ക്ലാസ് കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ലാസ്റ്റ് ടോപ്പിക് ആണ് പ്ലാസ്റ്റിക്സ്. Thank you and all the best for your exams.